നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചില കണക്കുകൾ പുറത്തു വരുന്നുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുമായി താരതമ്യം ചെയ്യുമ്പോൾ അതിൽ UDF-ന് മുന്നേറ്റമുണ്ടെങ്കിലും പിടിച്ചു നിൽക്കാൻ LDF-ന് കഴിയുന്നുണ്ടല്ലോ. പിടിച്ചു നിൽക്കാൻ മാത്രമല്ല, വേണമെങ്കിൽ പിടിച്ചെടുക്കാനും കഴിയുന്ന വിധത്തിലാണ് ഇപ്പോഴത്തെ ചില ജില്ലകളുടെ കണക്കുകൾ നോക്കുമ്പോൾ പോകുന്നത്. കാരണം ഇപ്പോൾ മലയാള മനോരമ പറഞ്ഞത് 80-58-2 എന്നുള്ളതാണ്. BJPക്ക് 2, LDF-ന് 58, 80 UDF-ന്. മനോരമയെ പോലെ തന്നെ മാതൃഭൂമിയും ഇതിലൊരു ലിസ്റ്റ് കണക്കാക്കി പറഞ്ഞിരിക്കുന്നത് 79-59-2 എന്നുള്ളതാണ്. അതിൽ വളരെ വലിയ വ്യത്യാസമില്ല, ഒരു സീറ്റിൻ്റെ വ്യത്യാസമാണ് പറയുന്നതെങ്കിൽ പോലും അതിൻ്റെ കണക്കുകൾ ഏതാണ്ട് അടുത്ത് നിൽക്കുന്നു എന്നുള്ളതാണ്. അതായത് 10 സീറ്റ് LDF കൂടുതൽ പിടിച്ചാൽ UDF-ന്റെ ഒപ്പം എത്താം എന്നുള്ളതാണ്. LDF അല്ലെങ്കിൽ UDF 10 സീറ്റ് കുറഞ്ഞാൽ തൂക്കുസഭയിലേക്കും സാധ്യത കൂടുതലാണ്. കാരണം BJP ഇത്തവണ കൂടുതൽ സീറ്റുകളിൽ ശക്തി ആർജിക്കും എന്നുള്ളതാണ് കാണുന്നത്. ഇപ്പോഴത്തെ തദ്ദേശ സ്വയംഭരണം വെച്ച് നമുക്കൊന്നും മെഷർ ചെയ്യാൻ പറ്റില്ല. കാരണം തദ്ദേശ സ്വയംഭരണത്തിലെ ആ പ്രാദേശികമായ ചില വിഷയങ്ങളും പ്രാദേശികമായ ചില നോട്ടവും പ്രാദേശികമായി തങ്ങൾക്ക് ആരെ ജയിപ്പിക്കാമെന്നുള്ളത് മാത്രമാണ് നോക്കുന്നത്. LDF-ന്റെ കാര്യമായാലും UDF-ന്റെ കാര്യമായാലും BJP-യുടെ കാര്യമായാലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഈ 79-59-2 എന്ന് പറയുന്നത് ഇതുപോലെ അച്ചട്ടായിട്ട് വരണമെന്നില്ല. ഒരു പക്ഷേ 79 എന്ന് പറയുന്നത് ചിലപ്പം 10 സീറ്റ് കുറയാം, 59 എന്ന് പറയുന്നത് 10 സീറ്റ് കൂടാം. അപ്പം ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ 2 എന്ന് പറയുന്നത് ചിലപ്പം 7, 8, 10 ഒക്കെ ആയിക്കൂടായികയുമില്ല. കാരണം 40 സീറ്റിൽ BJPക്ക് ഫോക്കസ് ചെയ്യാൻ കഴിയുമെന്ന് അവർ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. കാരണം അവർ പ്രധാന കേന്ദ്രങ്ങൾ അവർ പരിശോധിച്ചതിൽ അവർക്ക് ഇപ്പോഴത്തെ റിസൾട്ട് പ്രകാരം തന്നെ 40,000-ന് മേലോട്ടുള്ള സ്ഥലങ്ങൾ തന്നെ ഏതാണ്ട് 20-ന് അടുപ്പിച്ച് വരികയാണ്. 30,000-ന് മേലോട്ടുള്ള സ്ഥലങ്ങൾ വീണ്ടും 30,000-ന് അതിനടുപ്പിച്ചൊക്കെ വരുന്നത് വീണ്ടും ഒരു 20 വരെയാണ്. അപ്പോൾ ഒരു 40 മണ്ഡലങ്ങളിൽ അവർക്ക് കട്ട ത്രികോണ മത്സരം കൊടുക്കാൻ സാധിക്കും. അപ്പോൾ അവിടെ നിൽക്കുന്ന സ്ഥാനാർത്ഥിയും കൂടി ആശ്രയിച്ചായിരിക്കും പിന്നെ വോട്ടും കാര്യങ്ങളൊക്കെ പോകുന്നത്. അപ്പം അതുകൊണ്ട് LDF-ന്റെ മൂന്നാം ഊഴം ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്നാൽ അതത്ര അനായാസവുമല്ല. കാരണം ഇന്നത്തെ സാഹചര്യത്തിൽ പെട്ടെന്ന് അങ്ങനെ ആ ഒരു ട്രെൻഡിനെ മാറ്റിമറിക്കാൻ സാധിക്കില്ല. അല്ലെങ്കിൽ അതിന് വലിയ ശ്രമം LDF-ന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടിയിരിക്കും. അതുപോലെ തന്നെ BJP-യുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന മുന്നേറ്റം ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പം നമ്മൾ നോക്കുമ്പം UDF 100% വിജയിച്ച മണ്ഡലങ്ങൾ കിടക്കുകയാണ്, ജില്ലകൾ കിടക്കുകയാണ്. വയനാട്, പത്തനംതിട്ട, ഇടുക്കി, മലപ്പുറം, ഇവിടെയൊക്കെ 100% നിയമസഭാ സീറ്റുകളും ഇപ്പോഴത്തെ കണക്ക് പ്രകാരം UDF-നാണ് മുൻകൈ കിട്ടിയിരിക്കുന്നത്. അതുപോലെ ഈ സ്ഥലങ്ങളിൽ എത്ര ജനകീയ സ്ഥാനാർത്ഥികളെ നിർത്താൻ ഈ കോൺഗ്രസിന് കഴിയും? ജനകീയ സ്ഥാനാർത്ഥികളെ നിർത്താൻ കഴിയുന്നതും ജനകീയ സ്ഥാനാർത്ഥികൾക്കൊപ്പം ചില പാരവെപ്പ് സ്ഥാനാർത്ഥികൾ രംഗത്ത് വരാതിരിക്കുന്നതും ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം നിയമസഭയിൽ ഇതൊക്കെ വളരെയധികം പ്രശ്നമാവും. വിമതർ കൂടുതൽ വന്നാൽ, അല്ലെങ്കിൽ വിമതനായി സ്ഥാനാർത്ഥി ആയില്ലെങ്കിലും അടിയിൽ നിന്ന് പാലം വലിക്കുന്നവരൊക്കെ വന്നു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാവും. ചിലരൊക്കെ ഉണ്ട്, കാരണം ഇപ്പം ഇയാൾ ജയിച്ചാൽ ഇനി അടുത്ത തവണ ഇയാൾക്കായിരിക്കും സീറ്റ്. അപ്പോൾ എൻ്റെ 10 വർഷം പോകും എന്ന് വിചാരിച്ചിട്ട് പാലം വലിക്കുന്ന ഒത്തിരി പേരുണ്ട്. ഇപ്പം ഇയാൾ ജയിക്കാൻ പാടില്ല, ഇപ്പം ജയിച്ചില്ലെങ്കിൽ അടുത്ത തവണയെങ്കിലും എനിക്കൊരു ബാർഗെയിനിങ് പവർ ഉണ്ട്, ഇയാൾ തോറ്റല്ലോ. കാരണം ഒന്നാമത് വന്നാൽ ചിലർ ഇപ്പോൾ സീറ്റ് കിട്ടും, അപ്പോൾ രണ്ടാമൻ അവിടെ കിടക്കുകയാണ്. അപ്പോൾ രണ്ടാമൻ്റെ ചിന്ത ഇയാളെ വെട്ടിയാലേ എനിക്ക് 5 വർഷം കഴിഞ്ഞാലെങ്കിലും ഒന്നാമനായിട്ട് ഇവിടെ അസംബ്ലിയിൽ നിൽക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്ന ചില അബദ്ധങ്ങൾ കാണിച്ച കഴിഞ്ഞ വർഷത്തൊക്കെ അങ്ങനെ സംഭവിച്ചിട്ടുള്ളത് നമുക്കറിയാമല്ലോ. അപ്പം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത്തരത്തിൽ UDF-ന്റെ ഭാഗത്തു നിന്ന് ഒരു കുഴപ്പം വരാതെ അവർ നോക്കിയില്ലെങ്കിൽ ഈ 79 അല്ലെങ്കിൽ 80 എന്ന് പറയുന്നത് 10 സീറ്റ് താഴോട്ട് വന്നാൽ ഈക്വലായി 70-70 ആ 70-70 നിൽക്കില്ല. കാരണം ഇത്തവണ BJP എന്തായാലും ഈ 2 സീറ്റിലായിരിക്കില്ല അവരുടെ വിജയം, അതിൽ കൂടുതൽ സീറ്റുകളിൽ അവർ വിജയിക്കും. ആ വിജയിക്കുന്ന സീറ്റുകൾ 2 മുന്നണിയിൽ നിന്ന് ഏതിൽ നിന്ന് പോകുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. അപ്പം ഇവിടെ അതുപോലെ തന്നെ അന്തർധാരകൾ, കോലിബിയോ ഭീമായോ ഏതൊക്കെ സഖ്യങ്ങൾ വരുന്നു എന്നുള്ളതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. സംസ്ഥാന തലത്തിൽ വന്നില്ലെങ്കിലും പ്രാദേശിക തലത്തിലൊക്കെ ചിലപ്പം കോലിബി സഖ്യങ്ങൾ ചിലയിടത്ത് വന്നേക്കാം, ഭീമ സഖ്യം, BJP മാർക്സിസ്റ്റ് സഖ്യം ചിലയിടത്ത് വന്നേക്കാം. ഇതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം പ്രാദേശികമായി ചില അവസാന നിമിഷം നീക്കം. 2010 തെരഞ്ഞെടുപ്പിൽ ഇത്തരത്തിലൊരു വലിയ വിജയം UDF-നുണ്ടായി. അത് കഴിഞ്ഞ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് 72-68 അങ്ങനെ ഒരു ടൈറ്റ് മത്സരം വരുമോ? അത്തരം ടൈറ്റ് മത്സരം വരാനും സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് VD സതീശൻ വളരെ ബുദ്ധിപൂർവ്വം പറഞ്ഞത്, ഈ 80 കണ്ട് നമ്മൾ മോഹിച്ച് നിന്നാൽ പറ്റില്ല, ഘടകകക്ഷികളിൽ ശക്തി കൂട്ടണം.
RJD അടക്കമുള്ള മാണി ഗ്രൂപ്പ് അടക്കമുള്ള ഘടകകക്ഷികളെ കൂടെ നമ്മുടെ കൂടെ കൂട്ടാൻ ശ്രമിക്കണം എന്നുള്ളത് അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ കൂടുതൽ ഘടകകക്ഷികളെ കൂട്ടിയില്ലെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ LDF അത്ര ദുർബലമല്ല. അത് ടൈറ്റ് ഫൈറ്റിനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കാനായിട്ട് സഹായിക്കും. മാത്രമല്ല, ഇപ്പോൾ പരാജയപ്പെട്ടതുകൊണ്ട് അവർ അതിഭയങ്കരമായ വാശിയും വീറോടും കൂടി അവരുടെ അണികൾ വോട്ട് പിടിക്കാനും പ്രവർത്തനത്തിനും മറ്റു പലരുടെ വോട്ടുകൾ നിർവീര്യമാക്കാനും ഒക്കെ നിൽക്കും. പിന്നെ വേറെ ഒരു പ്രശ്നം നിൽക്കുന്നത് SIR എന്നൊരു സാധനം ഇനി വരികയാണ്. ഏകദേശം 20 ലക്ഷത്തോളം പേരുടെ വോട്ട് കേരളത്തിൽ ഇല്ലെന്നാണ് പറയുന്നത്. അപ്പം അതായത് ഡ്യൂപ്ലിക്കേഷൻ ഉള്ളതും നാട്ടിലില്ലാത്തതും പിന്നെ കള്ള വോട്ടായിട്ട് ചേർത്തതൊക്കെ ആയിട്ട് ഒരു 20 ലക്ഷം അങ്ങ് മാറും. അപ്പം പല മണ്ഡലങ്ങളുടെയും പിക്ചർ ഇതിൽ നിന്ന് മാറും. അപ്പം അതുകൊണ്ട് ഈ 80, 58, 2 അല്ലെങ്കിൽ 79, 59, 2 പറഞ്ഞുകൊണ്ടിരുന്നാൽ ചിലപ്പോൾ കളി തെറ്റിപ്പോവും. അതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പുതിയ SIR വെച്ചിട്ട്, പുതിയ വോട്ടർ പട്ടിക വെച്ചിട്ട് നമ്മൾ ഇലക്ഷന് നിൽക്കാൻ പോവുകയാണ്. അവിടെ കളി ചിലപ്പോൾ പാളും. അത് പാളാതിരിക്കാനായിട്ട് LDFനും UDFനും വളരെയധികം മുൻകരുതലിന് വേണ്ടി, BJP സംബന്ധിച്ചുള്ള അവരുടെ നില മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി നിൽക്കുന്നതുകൊണ്ട് അവർക്ക് അത്രയ്ക്ക് കൺസേൺ ആവേണ്ട കാര്യമില്ല. പക്ഷേ LDFനും UDFനും സംബന്ധിച്ചിടത്തോളം ചുണ്ടിനും കപ്പിനും ഇടയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഈ ഇരട്ട വോട്ടുകൾ നഷ്ടപ്പെട്ടപ്പോൾ ആറ്റിങ്ങൽ തന്നെ ഉദാഹരണമായി എടുക്കാം. അവിടെ കോൺഗ്രസ് തന്നെയാണ് വിജയം ഉണ്ടാവുക. അല്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇപ്പം ചിലപ്പോൾ പിന്നെ വി ഡി സതീശൻ ആഗ്രഹിച്ച 100 പിടിച്ചുകൂടായികയും ഇല്ല. ഈ SIR-ന്റെ മാറ്റം എന്തൊക്കെയാണ് വന്നിട്ടുള്ളതെന്ന് വെച്ച് ചിലപ്പം 100 സീറ്റ് വരെ പോകാം. അതും BJP പിടിക്കാൻ, BJP ഓരോ സ്ഥലത്തും ഇനി കൂടുതൽ പിടിക്കാനുള്ള വോട്ടുകളൊക്കെ നോക്കുമ്പോൾ ചിലപ്പോൾ 100 വരെ പോയെന്നിരിക്കാം. ചിലപ്പോൾ പ്രാദേശികമായ നീക്കുപോക്കുകൾ ചിലയിടത്ത് വന്നാൽ അത് ചിലപ്പോൾ UDFനെയും ബാധിച്ചെന്നിരിക്കാം. കാരണം വളരെ അപ്രമാദത്തിൽ നേടിയ ചില സ്ഥലങ്ങളുണ്ട്. അതായത് UDFനെ സംബന്ധിച്ചുള്ള ഞാൻ പറഞ്ഞില്ല, 100-ൽ 100 കിട്ടിയ 4 ജില്ലകൾ കിടക്കുകയാണ്. അതുപോലെ തന്നെ കണ്ണൂരൊക്കെ അപ്രതീക്ഷിതമായ ചില നഷ്ടങ്ങൾ പിന്നെ LDFനും വന്നിട്ടുണ്ട്. അപ്പം അതൊക്കെ അവർ തിരുത്തേണ്ടതുണ്ട്. അതുപോലെ തന്നെ അവർ പ്രതീക്ഷിക്കാത്ത ചില പ്രദേശങ്ങൾ അതുപോലെ അവരുടെ കയ്യിൽ നിന്നും വിട്ടുപോയതൊക്കെ അവർക്ക് തിരിച്ചു പിടിക്കേണ്ടതുണ്ട്. കോഴിക്കോടൊക്കെ അവർക്ക് വലിയ ശ്രമം നടത്തേണ്ടിയിരിക്കുന്നു. 13-9 ഇപ്പോൾ UDFന്റെ കയ്യിൽ നിൽക്കുന്ന അവസ്ഥയിലാണ്. കോഴിക്കോട് വർഷങ്ങളായി CPM-ന്റെ ഒരു MLA പോലും ലഭിക്കാത്ത അവരുടെ കോട്ടയായിട്ട് നിന്ന സ്ഥലങ്ങളാണ് അല്ലേ. അപ്പോൾ അവിടെയൊക്കെ ഒരുപാട് ശ്രമം ഇനി നടത്തേണ്ടതായിട്ടുണ്ട്. എന്നാൽ പാലക്കാട്, കൊല്ലം, തൃശ്ശൂർ, തിരുവനന്തപുരം തുടങ്ങി BJP മുന്നോട്ട് വന്ന ചില സ്ഥലങ്ങളിൽ LDFനും നല്ല മേക്കുമ്പോൾ നിലനിർത്തിയിട്ടുണ്ട്. ഇപ്പോൾ BJP വളരുന്നത് CPM-ന് കുറച്ച് ഗുണമാണെന്നുള്ളതാണ് ഈ ജില്ലകളിലെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. BJP ഇല്ലാത്തിടത്താണ് CPM-ന് വലിയ കോട്ടം സംഭവിച്ചിരിക്കുന്നത്. അത് പ്രത്യേകിച്ച് ഇടുക്കി, മലപ്പുറം, പത്തനംതിട്ട, വയനാട് തുടങ്ങിയിടങ്ങളിലൊക്കെ BJP-യുടെ പ്രഭാവം കുറവായിരുന്നു. ആ പ്രഭാവം കുറഞ്ഞെടുത്ത് LDFന് വലിയ കോട്ടം വന്നിരിക്കുന്നു എന്നുള്ളത് നമ്മൾ വിശകലനം ചെയ്യേണ്ടതാണ്. ഇപ്പോൾ പ്രവചനാതീതം എന്ന് തന്നെ ഇനി അടുത്ത തെരഞ്ഞെടുപ്പിനെയും പറയണം. അല്ലാതെ 80 കിട്ടും 100 കിട്ടും എന്ന് പറഞ്ഞ് LDF മോഹിക്കേണ്ട. അതുപോലെ തന്നെ 79 കിട്ടി ഞങ്ങൾക്ക് ഈസി ആയിട്ട് 10 കിട്ടുമെന്ന് LDF മോഹിക്കേണ്ട. രണ്ടുപേർക്കും വലിയ യുദ്ധം നടത്തേണ്ടതാണ് ഇനി വരുന്ന സാഹചര്യം. അത് BJP എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നുള്ളതിനെ കൂടെ ആശ്രയിച്ചിരിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.